ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വാൾ ഫിനിഷിംഗ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്ത് ഫാബ്രിക്സിനെ കുറിച്ചായിരുന്നു. ഫാബ്രിക്സ് യൂസ്ഡ് ഇൻ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്ലോർ ഉണ്ട്, വാൾ, സീലിംഗ്, ഫർണിച്ചർ. ഈ മൂന്ന് കാര്യങ്ങളാണ്. ഫാബ്രിക്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ തരത്തിൽ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാളിൽ ഉപയോഗിക്കുന്ന ഫിനിഷിംഗ് മെറ്റീരിയൽസ്. നമ്മൾ ബേസിക്കലി വാളിൽ യൂസ് ചെയ്യുന്ന ഫിനിഷിംഗ് മെറ്റീരിയൽസിനെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഡ്രൈ ഫിനിഷിംഗ് മെറ്റീരിയൽ, സെക്കൻഡ് വൺ വെറ്റ് ഫിനിഷിംഗ് മെറ്റീരിയൽ. ഓക്കെ, വാൾ എന്ന് പറഞ്ഞാൽ എന്താ? ചുമരിന് നമുക്ക് രണ്ട് രീതിയിലാണ് അതിന് ഫിനിഷിങ് കോട്ടിങ് കൊടുക്കാൻ പറ്റുക. ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും ഒന്ന് വെറ്റായിട്ടുള്ളതും. അപ്പോൾ നമുക്ക് ആദ്യം വെറ്റിനെ കുറിച്ച് സംസാരിക്കാം. വെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ്റാണ് നമ്മളുടെ വെറ്റ് ഫിനിഷിംഗ് മെറ്റീരിയലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഓക്കെ, പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെയിൻറ്റ് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ S3 സെമിസ്റ്ററിൽ CMEയിൽ പഠിച്ച കാര്യമാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യണത്, അതിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് എന്ന രീതിയിലും, അതേപോലെ ഒരു എന്താ പറയുക, അതിൻ്റെ പുറം വശത്തിന് ഒരു ബൗണ്ടറി ലെയറായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റ് എന്നുള്ള മെറ്റീരിയൽ, അത് നമുക്കറിയാം ഫ്ലൂയിഡായിട്ടുള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് അതിനെ വെറ്റ് ഫിനിഷിംഗ് മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ പറയണത്. അപ്പോൾ ആ പോയിൻറ്റ്സ്, അന്ന് നമ്മൾ എഴുതിയിരുന്ന പോയിൻറ്റ്സുകളൊക്കെ നിങ്ങളിവിടെ ഒന്ന് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്ലൈഡ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള വുഡ് പാനലിംഗ് ആണ്. ഇതൊക്കെ നമ്മളുടെ എന്ത് ഫിനിഷിംഗ് മെറ്റീരിയലാണ് വരിക? ഇത് ഡ്രൈ ആയിട്ടുള്ള ഫിനിഷിംഗ് മെറ്റീരിയലിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കൂടി അതിൻ്റെ ഒപ്പം തന്നെ എഴുതുക. ആദ്യം എഴുതുക വാൾ ഫിനിഷിംഗ് മെറ്റീരിയൽ. വാൾ ഫിനിഷിംഗ് മെറ്റീരിയൽ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡ്രൈ ഫിനിഷിങ്ങും ഒന്ന് വെറ്റ് ഫിനിഷിങ്ങും. വെറ്റ് ഫിനിഷിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ഒപ്പം തന്നെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ഫിനിഷിംഗ് മെറ്റീരിയൽസ് എന്ന് കൊടുക്കുക. ഡ്രൈ ഫിനിഷിംഗ് മെറ്റീരിയൽസിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് വുഡ് പാനലിംഗ് അല്ലെങ്കിൽ വുഡൻ പാനലിംഗ്. എന്താണ് വുഡൻ പാനലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. എന്താ ചെയ്യണത്? വുഡൻ്റെ പാനൽസൊക്കെ നമ്മൾ എന്താ ചെയ്യണത്? വോളിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. ഓക്കെ, വുഡൻ പാനൽസ് നമ്മൾ വോളിലേക്ക് വെക്കുന്ന ഒരു പ്രോസസ്സാണ് വുഡൻ പാനലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യണ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൈവുഡ് ആണ്, പിന്നെ വുഡ് കവേർഡ് വിത്ത് വിനീർ ഓർ ലാമിനേറ്റ്. ഓക്കെ, വിനീർ എന്ന് പറഞ്ഞാൽ അറിയാം, ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ വുഡിനെ നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണത് തന്നെയാണ് വെനീർ എന്ന് പറയുന്നത്. കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പാനലിങ് ചെയ്യാൻ പറ്റുന്നത്? പ്ലൈവുഡും അതേപോലെ വുഡ് കവേർഡ് വിത്ത് വിനീർ അല്ലെങ്കിൽ ലാമിനേറ്റ്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വുഡൻ പാനലിങ് ചെയ്യാൻ പറ്റണത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈൽ ക്ലാഡിംഗ് ആണ്. ഓക്കെ, ക്ലാഡിംഗ് വർക്കാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലാഡിംഗ് വർക്ക് നമ്മൾ ബേസിക്കലി ചെയ്യണത് പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രാനൈറ്റ്, മാർബിൾ, ഗ്ലേസ്ഡ് ടൈൽ, വിട്രിഫൈഡ് ടൈൽ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാഡിംഗ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാഡിംഗ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് പല കളറുകളിലും പല ഷേപ്പുകളിലും അവൈലബിൾ ആണ് ഈ ടൈലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സ്ഥലത്ത് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഓക്കെ, ആ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടൈലുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അത് ബേസിക്കലി ചിലപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്ക് ക്ലാഡിംഗ് വർക്ക് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ എക്സ്റ്റീരിയറിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഇൻറ്റീരിയറിനാണെങ്കിൽ പല മെറ്റീരിയൽസും, എക്സ്റ്റീരിയറിൽ ആണെങ്കിൽ പല തരത്തിലുള്ള ക്ലാഡിംഗ് വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്യാറ്. അത് ഡിപ്പെൻഡ് ചെയ്യണത് എവിടെയാണോ ഇത് നമ്മൾ വെക്കാൻ പോണത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി മൂന്നാമതായിട്ട് വരുന്ന വാൾ ഫിനിഷിംഗ് മെറ്റീരിയലാണ് സിമെൻറ്റ് പ്ലാസ്റ്റേർഡ് ഫിനിഷ്. സിമെൻറ്റ് പ്ലാസ്റ്റേർഡ് ഫിനിഷ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്, മോർട്ടാർ ഉപയോഗിച്ചിട്ട് സിമെൻറ്റ്, സാൻഡ്, വാട്ടർ അത് പ്രോപ്പർ പ്രൊപ്പോർഷനിലായിട്ട് നല്ലൊരു അളവിൽ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണത്? അത് അതിൻ്റെ മേസൺട്രിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, മേസൺട്രിയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പടവിലേക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ പടവിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സാൻഡ് ഫേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? തരിയായിട്ട് മുകളിലേക്ക് ഒരു ഹാർഡ് ടെക്സ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റേർഡ് ഫിനിഷ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലാമിനേറ്റ് ഫിനിഷ്.
ലാമിനേറ്റ് ഇതേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ എന്താ പറയുക, പല കളറുകളിലും പല ഡിസൈനുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ലാമിനേറ്റ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഷീറ്റിലായിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് പ്ലൈവുഡിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒട്ടിക്കുക ചെയ്യണത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലാമിനേറ്റ് എന്നുള്ള രീതിയിൽ ഫിനിഷിങ് കൊടുക്കാറ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്കലി വാൾ കവറിങ് മെറ്റീരിയൽസിൽ വരുന്ന രണ്ട് ടോപ്പിക്ക്, ഡ്രൈയും അതേപോലെ തന്നെ വെറ്റ് ഫിനിഷിങ് മെറ്റീരിയലും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കർട്ടൻസിനെ കുറിച്ചാണ്. എന്താണ് കർട്ടൻസ്? ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീലിങ്ങിൽ കൊടുക്കുന്ന ഫിനിഷിങ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഒരു നോട്ടായിട്ട് PDF ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ അതൊന്ന് അസൈൻമെൻറ്റ് എന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കേർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വിൻഡോന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, വിൻഡോന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സൺലൈറ്റ് എക്സസ് ആയിട്ട് ഒരു റൂമിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഒരു ഗ്ലാറിങ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗ്ലാറിങ് എഫക്റ്റ് ഒഴിവാക്കാനായിട്ട് നമ്മളെന്താ ചെയ്യണത്, അതിൻ്റെ മുകളിലേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ്, ഈ വെളിച്ചം നേരിട്ട് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ആ ഒരു മെറ്റീരിയലിനെ പറയുന്ന പേരാണ് കർട്ടൻസ്. കർട്ടൻ എന്ന് പറയുമ്പോൾ പല എന്താ പറയുക, ഒരൊറ്റ മോഡൽ എന്ന രീതിയിലല്ലാതെ പലതരത്തിലുള്ള സ്റ്റൈലുകളിലും കളറിലും പാറ്റേണിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, പിന്നെന്താണ്, ഇതൊരു കർട്ടൻ റോഡിൽ നിന്നാണ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, അവിടെ ആയിരിക്കും ഹാങ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതൊക്കെയാണ് ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പറയേണ്ട കാര്യം, നമുക്ക് ഏകദേശം മനസ്സിലായി കർട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്. കർട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പലതരത്തിലുള്ള സ്റ്റൈലുകളും പാറ്റേണുകളിലും പിന്നെ കളറുകളിലും അവൈലബിൾ ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കർട്ടൻ റോഡിൽ നിന്നാണ് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് നിൽക്കുക. ഇനി പറയേണ്ട വേറൊരു കാര്യമാണ് ബ്ലെൻഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ്, എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. നമ്മളുടെ എന്താ പറയുക, പ്രൊണൗൺസിയേഷൻ എന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വിൻഡോ കവറിങ് ആണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടിക്കൽ ബ്ലെൻഡും ഉണ്ട്, റോളർ ബ്ലെൻഡും ഉണ്ട്. ഓക്കെ, റോളർ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില സ്ഥലത്ത് ഒരു കയറുണ്ടാവും, ആ കയറിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ പോകും. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഡെക്കറേറ്റീവ് എന്ന രീതിയിലൊക്കെ കൊടുക്കാറുണ്ട് ഈ കർട്ടന് പകരമായിട്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഫാഷനായിട്ട് വരുന്നുണ്ട്. നമ്മൾ റോളർ ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോളർ ഉണ്ടാവും, ആ ഹയസ്റ്റ് ക്വാളിറ്റിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചെയിന് മാത്രം ഉണ്ടാവും, ആ ചെയിൻ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മുകളിലേക്കും പോകും, അതേപോലെ താഴേക്കും വരും. ഓക്കെ, അപ്പോൾ നല്ലൊരു എസ്തെറ്റിക് അപ്പിയറൻസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്ത്, നമുക്ക് ഈ ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കുറേ കോഡ്സ് ഉണ്ടാവും, ആ കോഡ്സ് മുഖേന ഒരു സ്ലാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് മുഖേനയാണ് ഇത് നമ്മളെന്ത് ചെയ്യണത്, കെട്ടി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ വേർട്ടിക്കൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് കുറേ എന്തുണ്ടാവും, ഫാബ്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിങ്ങനെ വേർട്ടിക്കലി നിൽക്കുക ചെയ്യുക, ഓരോ കഷ്ണം പോലെ. ഓക്കെ, നിങ്ങൾക്ക് ഇത് എന്താ പറയുക, റോളർ ബ്ലെൻഡാണ്. ആ റോളർ ബ്ലെൻഡിൻ്റെ ചുറ്റും എന്താണ്, ആ ഒരു ചെയിൻ ഉണ്ടാവും, ആ ചെയിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് റോൾ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫിറ്റിങ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സാണ്. ഓക്കെ, ടൈ ബാക്ക്, ഹോൾഡ് ബാക്ക്, കർട്ടൻ റോഡ്, കർട്ടൻ റിങ് ഒക്കെ അതിൻ്റെ ഫിക്സ്റ്റേഴ്സായിട്ട് വരുന്ന മെറ്റീരിയൽസാണ്. ഇതാണ് നമ്മളുടെ റോളർ ബ്ലെൻഡ്. ഓക്കെ, റോളറായിട്ട് ഓക്കെ വരുന്ന ഒരു ബ്ലെൻഡ്, വേർട്ടിക്കൽ ബ്ലെൻഡാണ്. ഹയസ്റ്റ് ക്വാളിറ്റി ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാറ്. 89 mm മുതൽക്ക് 127 mm വരെ സ്ട്രിപ്പുകൾ ഉണ്ടാവും, ലൂവേഴ്സ് ആയിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് റെയിലാണ് ഹാങ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെന്താണ്, ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ചെയിനാണ് ബോട്ടിൽ നിന്ന്. ഓക്കെ, പിന്നെന്താണ്, ഓൾ വേർട്ടിക്കൽ ബ്ലെൻഡ്സ് ആർ കമ്മിങ് വിത്ത് എ വൈറ്റ് ഹെഡ് റെയിൽ ആൻഡ് വൈറ്റ് കോമ്പണൻസ്. വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ വേർട്ടിക്കൽ ബ്ലെൻഡ്, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ബ്ലെൻഡുകൾ. മറ്റേത് ഹോറിസോണ്ടൽ, റോളർ ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോറിസോണ്ടൽ ബ്ലെൻഡിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമ്മൾ ബേസിക്കലി പറയാറ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ബ്ലെൻഡുകളിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ടൈ ബാക്ക് എന്താണെന്ന് പറയാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഡെക്കറേറ്റീവും അതേപോലെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ആക്സസറി ആണ്. ഇത് ബേസിക്കലി പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, ദേ ആർ യൂസ്ഡ് ടു ഹോൾഡ് ഓപ്പൺ ദ കർട്ടൻ പാനൽ ഫ്രം ദ വിൻഡോ ടു അഡ്മിറ്റ് ദ ലൈറ്റ്. ഓക്കെ, ഇത് ബേസിക്കലി പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ ദ കർട്ടൻ പാനൽ,
ആ പാനലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇത് പ്രൊവൈഡ് ചെയ്യണത്. എന്തിനാ വേണ്ടിയിട്ടാണ്? അഡ്മിറ്റ് ദ ലൈറ്റ്. ഓക്കെ, പിന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസും ഉണ്ട്, ടൈപ്സ് ഓഫ് ഫിറ്റിങ്സ് ആർ അവൈലബിൾ. ഓക്കെ, ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിജിഡ് ഫോം ഓഫ് ടൈ ബാക്കാണ്. ഓക്കെ, ഒരു റിജിഡ് ഫോം ഓഫ് ടൈ ബാക്കാണ്. യൂഷ്വലി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ, ബ്രാസ്, അതേപോലെ തന്നെ അയൺ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ചുമരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോൾഡ് ബാക്കാണ്. ഓക്കെ, പിന്നെന്താണ്? ഇതിന് നമ്മൾ കർട്ടൻ ഫാബ്രിക് ഈസ് ഡ്രോൺ ബാക്ക് ആൻഡ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദ ഹോൾഡ് ബാക്ക്. ഓക്കെ, ഈ ഹോൾഡ് ബാക്കിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളെന്ത് ചെയ്യണത്? ഈ കർട്ടൻ്റെ ഫാബ്രിക് ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുണ്ട് ഉള്ളിലേക്ക് കയറി നിൽക്കുമല്ലോ. ഓക്കെ, അത് ഈ ഒരു ഹോൾഡ് ബാക്കിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും. ഓക്കെ, അത് വേണം ചിന്തിക്കാനായിട്ട്. ഇനി നമ്മൾ പറയാനുള്ളത് കർട്ടൻ റോഡാണ്. ഇത് ബേസിക്കലി യൂസ് ചെയ്യണത് എന്താണ്? എ ഡിവൈസ് യൂസ് ടു സസ്പെൻഡ് കർട്ടൻസ്. ഓക്കെ, സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്? ഈ കർട്ടൻ റോഡിലായിരിക്കും. ഓക്കെ, ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡ്, മെറ്റൽ, പ്ലാസ്റ്റിക്, ഇതൊക്കെയാണ് നമ്മൾ കർട്ടൻ റോഡായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇനി നമ്മൾ പറയണത് കർട്ടൻ റിങ് ആണ്. ഈ റിങ് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് അപ്പ് കർട്ടൻ ടു റെയിൽ ഓർ റോഡ്. ഓക്കെ, ഈ കർട്ടനെ റെയിലോ റോഡിലേക്കോ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി പ്ലാസ്റ്റിക്, വുഡ്, മെറ്റൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു കർട്ടൻ റിങ്ങുകൾ പ്രിഫർ ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് വാലൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എന്താണ് ഈ വാലൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കർട്ടനൊക്കെ കൊടുക്കുന്ന സമയത്ത് കർട്ടൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ ആ വിൻഡോൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടോ ഒരു നീല മെറ്റീരിയൽ, തുണി കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ വാലൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ടോപ്പ് ഡെക്കറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡൈനിങ് റൂം ആൻഡ് മാസ്റ്റർ ബെഡ്റൂംസ്. മാസ്റ്റർ ബെഡ്റൂംസിലും ഡൈനിങ് റൂംസിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. വൈ ഡു വി യൂസ് ഇൻഡോർ പ്ലാന്റ്സ്? ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ എ ഡെക്കറേറ്റീവ്, ക്വിക്ക് ഡെക്കറേറ്റിംഗ് ടൂളാണ്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ഡെക്കറേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ തന്നെ എയർ പ്യൂരിഫയിങ് ക്വാളിറ്റി അതിനുണ്ടാവും. Okay, that can absorb and strip toxins like formaldehyde from materials in the home like carpet. ഓക്കെ, കാർപ്പറ്റിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എന്താണ് മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിന് ഉണ്ട്. പിന്നെന്താണ്? നമ്മളുടെ അലോവേറ അല്ലെങ്കിൽ ആലോ, അതൊക്കെ നമ്മൾ മെഡിസിനൽ വാല്യൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഒരു പ്ലാന്റാണ്. പിന്നെന്താണ്? ഇത് ബേസിക്കലി ഇൻഡോർ പ്ലാന്റ്സ് എന്താ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കളക്ട്സ് ദ ഡസ്റ്റ് ഓർ ഗ്രീസി ഫിലിംസ് ദാറ്റ് ഡൾ ദെയർ അപ്പിയറൻസസ് മേക്കിംഗ് ദം ലെസ് അട്രാക്റ്റീവ്. ക്ലീൻ ലീവ്സ് ആർ ഫേവറബിൾ ടു ഹെൽത്തി ഗ്രോത്ത്. ഓക്കെ, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡസ്റ്റിനെ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഫിലിം, അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇലകളൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? മങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്, ഡള്ളായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ലെസ് അട്രാക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഹെൽത്തി ഗ്രോത്തിന് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിച്ചെടുക്കുക ചെയ്യണത്, എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ലീവ്സിന്. ഓക്കെ, ഈ ലീവ്സിനെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി ഈ വെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പ്ലാന്റ്സ് റിക്വയർ സർട്ടൻ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഫോർ പ്രോപ്പർ ഗ്രോത്ത്. ഓക്കെ, സർട്ടൻ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആവശ്യമാണ്. എന്തിന്? ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഡോർ പ്ലാന്റ്സ് ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻ ഫോർ ഇൻറ്റീരിയർ എൻവയൺമെൻറ്റ് ഹാവ് റെഡ്യൂസ്ഡ് ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ലോ ആയിട്ടുള്ള ലൈറ്റ് കണ്ടീഷൻസ് ആണെങ്കിൽ, അതായത് ഇൻറ്റീരിയർ എൻവയൺമെൻറ്റിലാണ് വെച്ചിരുന്നെങ്കിൽ അതിനെന്താണ്? ഹാവ് റെഡ്യൂസ്ഡ് ഫെർട്ടിലൈസർ റിക്വയർമെൻറ്റ്. അത്ര ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, many type of containers can be used for growing plants. It is important to choose correct size container for the plant. Okay, container too small or too large present an unbalanced appearance. An appropriate container should be provided. Okay,
ഇതിനൊക്കെ കൊടുക്കുന്ന കണ്ടെയ്നേഴ്സൊക്കെ കറക്റ്റ് സൈസിലായിരിക്കണം. കൂടുതലും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല. ഓക്കെ. പിന്നെന്താണ് പറയണത്? മോസ്റ്റ് പോട്ട്സ് വിത്ത് ബോട്ടം ഡ്രെയിനേജ് ഹോൾസ് ആർ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, സെറാമിക് ഓർ ക്ലേ, വേറസ് ഡെക്കറേറ്റീവ് കണ്ടെയ്നേഴ്സ് വിത്തൗട്ട് ഡ്രെയിനേജ് ഹോൾസ് മേ ബി മെയ്ഡ് ഓഫ് ക്ലേ, സെറാമിക്, പ്ലാസ്റ്റിക്, വുഡ്, കോപ്പർ, ബ്രാസ് ആൻഡ് വേരിയസ് അതർ മെറ്റീരിയൽസ്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് പറയണത്. അതിനൊരു ഡ്രെയിനേജ് ഹോൾ കൊടുക്കണം. ഡ്രെയിനേജ് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോവാനായിട്ട്, വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കാൻ പാടില്ല. പോവാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അതിൽ ഡ്രെയിനേജ് ഹോൾസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് ആ വെള്ളത്തിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ അതിൽ ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ. മോസ്റ്റ് പാർട്സ് വിത്ത് മെയ്ഡ് ഓഫ് ഹോൾ ഉണ്ടെങ്കിൽ അതിന് പറയണത് പ്ലാസ്റ്റിക്, സെറാമിക്, ക്ലേ. ഓക്കെ. വിത്തൗട്ട് ഡ്രെയിനേജ് ഹോൾ ആണെങ്കിൽ അതിന് പറയണത് ക്ലേ, സെറാമിക്, പ്ലാസ്റ്റിക്, വുഡ്, കോപ്പർ, ബ്രാസ്, അതൊക്കെ അതിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. The most important environmental factor in growing plant is adequate light. Okay. Light provides energy source needed for the plants to manufacture food. ഓക്കെ. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്നത്. ഈ ലൈറ്റിൽ നിന്നാണ് ഈ ബേസിക്കലി ഇൻഡോർ പ്ലാന്റ്സിന് ഫുഡ് കിട്ടുന്നത്. ഓക്കെ. അതിൻ്റെ കുറച്ചായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ ടൈപ്സ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. Daytime temperature of 70 to 80 degree and nighttime temperature of 60 to 70 degree is satisfactory for most plants. ഓക്കെ. ഇത്രയും ടെമ്പറേച്ചറിൽ ഡിഗ്രിയിൽ എന്താ പറയുക, അതിന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ. ടെമ്പറേച്ചർ മേ വേരി വിത്ത് ദ റൂംസ് വിത്തിൻ എ ബിൽഡിംഗ്. സോ പ്ലാന്റ്സ് ഷുഡ് ബി സെലക്ടഡ് വിത്ത് ദീസ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇംപ്രോപ്പർ വാട്ടറിംഗ് മേ കോസ് സെവറൽ പ്രോബ്ലംസ്. ഇതതിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയണത്. ഓരോ എന്താ പറയുക കാലാവസ്ഥയിലും ഓരോ ടെമ്പറേച്ചർ വേരിയേഷൻ്റെ അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവും വെള്ളം കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഉപയോഗിക്കണ പോട്ടുകൾ, ഓക്കെ, അതിന് ഉപയോഗിക്കണ മെറ്റീരിയൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഗ്രോത്തിന് പ്രശ്നം വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതാണ് ജാനറ്റ് ക്രേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് മെറ്റീരിയൽ. ഓക്കെ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക.